ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തൊരു കാര്യമാണ്. ഇത് ഈ കാണുന്ന ആൻറ്റിന. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിലുണ്ടായിരുന്ന അല്ലെങ്കിൽ സെലീറിയയിൽ വരുന്ന ഒരു ആൻറ്റിന എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ കൈ പിടിച്ചിരിക്കുന്ന മോഡലാണ്. പക്ഷേ ഞാനിവിടെ ഒരു ഷോർട്ട് ആൻറ്റിന കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇത് കണ്ടിട്ടുണ്ട്. ഇനി അത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ അതിൻ്റെ ലിങ്കും കൂടെ അല്ലെങ്കിൽ ആ വീഡിയോയും കൂടെ ആഡ് ചെയ്തോളാം. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എൻ്റെ ഇന്നിപ്പോൾ ഇരിക്കുന്ന കുറച്ച് ആൻറ്റിനാസാണ്. ഇതുപോലത്തെ കുറച്ച് ഷോർട്ട് ആൻറ്റിനാസ്. എന്തുകൊണ്ടാണ് ഞാനിത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ആൻറ്റിന പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ടൈപ്പ് ഷോർട്ട് ആൻറ്റിനാസിൻ്റെ ലെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. അതായത് ലെങ്ത് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ചെറിയ ഭംഗി, അതായത് ചില സമയത്ത് വേണമെങ്കിൽ പൊക്കി വയ്ക്കാം അല്ലെങ്കിൽ താത്ത് വയ്ക്കാതൊക്കെ പറയുന്നത് ലെങ്ത് കൂട്ടാം കുറയ്ക്കാം. അങ്ങനത്തെ മോഡൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഫുള്ളായിട്ടൊന്ന് കാണുക. കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏതായാലും ഈ ഒരു ആൻറ്റിനെ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് കാണിച്ചു വയ്ക്കാം. സെലീറിയ വരുന്ന മോഡലാണ്. തൽക്കാലം ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കുന്നു. ഇനി എൻ്റെ ഇരിക്കുന്ന ഈ കുറേ ടൈപ്പ് ആൻറ്റിനാസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് പോയേക്കാം. അത് ഓരോ കളേഴ്സിൻ്റെയും സൈസിൻ്റെയൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്. അതിൽ റെഡ് മോഡൽസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ആൻറ്റിനാസ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനത് എടുത്തു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കറക്റ്റായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ആസിറ്റീസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ആ ആൻറ്റിന ഫിറ്റ് ചെയ്ത സമയത്ത് കണ്ടിട്ടുണ്ട്. ഇതാണ് ഞാനിപ്പോൾ കാണിക്കുന്ന ആൻറ്റിന. ഇതും അതും തമ്മിലുള്ള ലെങ്ത്ത് വ്യത്യാസം എത്ര ഉണ്ടെന്നുള്ള ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്കും എക്സാക്റ്റ് സെയിം ലെങ്താണ് വരുന്നത്. അതായത് എത്രയാണോ മറ്റേ ആൻറ്റിന ഉണ്ടായിരുന്നത് ആ സെയിം ലെങ്ത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് പറയുക, നമ്മൾ വാഹനത്തിൽ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതുപോലെ ചെറുതായിട്ടും വെക്കാം, എക്സ്റ്റെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്തും വെക്കാൻ സാധിക്കും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കാണാനും ഭയങ്കര ഭംഗിയുണ്ട്, ചെറുതാക്കി വെക്കാനും സാധിക്കും. എപ്പോഴെങ്കിലും നമുക്കിത് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും. നമുക്കിത് നമ്മുടെ വാഹനത്തിലൊന്ന് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്, വലിയ ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. ഇനി ഇത് കണ്ടില്ലെങ്കിൽ അതും കൂടെ നോക്കാം. ഇത് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്താൽ മാത്രം മതി. ഇതിനകത്ത് തന്നെ നമുക്ക് പല കണക്റ്റേഴ്സ് കിട്ടുന്നുണ്ട് ഓരോ വാഹനത്തിനും. അതായത് യൂണിവേഴ്സൽ ടൈപ്പാണ് ഈ വരുന്നത്. ഇതിൽ ഒരുപാട് അഡാപ്റ്റേഴ്സ് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ്, അതായത് നിങ്ങളുടെ വാഹനത്തിന് സൂട്ടാകുന്ന ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും പെട്ടെന്നൊന്ന് ഫിറ്റ് ചെയ്യട്ടെ. ഓക്കെ, അപ്പോൾ ഞാനിതിങ്ങ് ഊരിയെടുത്തു നമ്മുടെ പഴയത്. പക്ഷേ ഇത് തന്നെ 2-3 ടൈപ്പ് കണക്റ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ഇതിൻ്റെ ലെങ്ത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും, കൊള്ളാം. അപ്പോൾ ഇത് ഞാൻ തൽക്കാലം ഒന്ന് മാറ്റുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ആൻറ്റിനെ ഒന്ന് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇതിൻ്റെ ലെങ്തും കൂടെ ഞാൻ ജസ്റ്റ് എല്ലാവർക്കും ഒന്നുകൂടെ കാണിച്ചു തന്നേക്കാം. കണ്ടോ, രണ്ടും ഏകദേശം സിമിലറാണ്. ഓക്കെ, ഇപ്പം നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഏകദേശം അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വൈസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, കാണാനൊരു ഷോർട്ട് ആൻറ്റിന സൂപ്പറല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഹൈറ്റും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാം എങ്ങനെയുണ്ട് അത് കാണാനുള്ള ഫീല്. അപ്പോൾ ഞാനിനി ഹൈറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ഹൈറ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ വ്യത്യാസം എന്താണെന്നുള്ളത്. നേരത്തെ ആ ഒരു ആൻറ്റിനെ ഇപ്പോഴത്തെ ആൻറ്റിനയുടെ വ്യത്യാസം കണ്ടോ? കാണുമ്പോൾ തന്നെ ഉള്ളൊരു ലുക്കിന് തന്നെ ഡിഫറൻസ് വന്നത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പം സംഗതിയുടെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു. വളരെ ചെറിയൊരു കാര്യമാണ്, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പുറത്തൊന്നും കൊണ്ടുപോയി ബുദ്ധിമുട്ടേണ്ട കേസ് വരുന്നില്ല. വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെയുണ്ട് ഈ ഒരു ആൻറ്റിന? അതായത് ഈ ഒരു ആൻറ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു, ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ല. എനിക്ക് ഏതായാലും വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഷെയ്ക്കിങ്ങോ കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഉറപ്പായിട്ട് ഞാൻ കമൻസിലോ അല്ലെങ്കിൽ ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഷുവറായിട്ടും ചെയ്യുന്നതായിരിക്കും. ഏതായാലും പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമില്ല, കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ലൊരു അടിപൊളി ഫീൽ കിട്ടുന്നുണ്ട്. ഏതായാലും ഞാനൊന്ന് ജസ്റ്റ് ഡ്രൈവും കൂടെ നോക്കട്ടെ.